നമ്മുടെ പുതിയ കൊമേഴ്സ്യൽ ബിൽഡിംഗിന്റെ ഫൗണ്ടേഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടുതന്നെ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് കൃത്യമായി പാലിച്ച് സെല്ലർ ഫ്ലോറിലാണ് പാർക്കിംഗ് സൗകര്യമൊരുക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും ഏകദേശം 2.5 മീറ്റർ താഴ്ചയിലാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിറ്റും മറ്റ് അനുമതികളും മുൻകൂട്ടി വാങ്ങിയിരുന്നു. സൈറ്റിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ 2 ഘട്ടങ്ങളായാണ് ഞങ്ങൾ വർക്കുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സൈറ്റിനോട് ചേർന്നുതന്നെ മറ്റ് കെട്ടിടങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ കെട്ടിടങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും വശങ്ങളിലെ മണ്ണ് ഇടിയാതിരിക്കാനും വളരെ ശാസ്ത്രീയമായ രീതിയിൽ RCC റിട്ടേണിംഗ് വോളാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. നിലവിൽ 1ാം ഘട്ടത്തിലെ ബേസ് സ്ലാബ് കോൺക്രീറ്റിംഗ് ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെറ്റീരിയലുകൾ ഇറക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വർക്ക് പകുതി ഭാഗം വീതം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്തെ സ്ലാബും ഭിത്തിയും ഉറപ്പായ ശേഷം ബാക്കി ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് അടുത്ത ഘട്ടം ആരംഭിക്കും. ഹീൽ സ്ലാബില്ലാത്ത ഇത്തരം അതിരുകളെ സാധാരണയായി L-ടൈപ്പ് റിട്ടേണിംഗ് വോൾ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ സൈറ്റിലേതുപോലെ സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിൽ, അതായത് അതിർത്തിനോട് ചേർന്ന് മണ്ണ് മാറ്റേണ്ടി വരുമ്പോൾ പുറകിലേക്ക് മണ്ണിന്റെ ഭാഗത്തേക്ക് സ്ലാബ് നീട്ടാൻ കഴിയില്ല. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഹീൽ സ്ലാബില്ലാത്ത L-ടൈപ്പ് റിട്ടേണിംഗ് വോൾ നിർമ്മിക്കുന്നത്. ഇതിൽ ടോ സ്ലാബ് മാത്രമേ ഉണ്ടാകൂ. ബേസ് സ്ലാബ്, ടോ സ്ലാബ് ഇത് കെട്ടിടത്തിന്റെ ഉൾഭാഗത്തേക്ക് മണ്ണ് മാറ്റിയ ഭാഗത്തേക്ക് നീണ്ടിരിക്കും. മണ്ണിന്റെ മർദ്ദം, സോയിൽ പ്രഷർ കാരണം മതിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ ഈ സ്ലാബ് സഹായിക്കുന്നു. സ്റ്റെം വെർട്ടിക്കൽ വോൾ മണ്ണ് തടഞ്ഞു നിർത്തുന്ന ലംബമായ ഭിത്തിയാണിത്. ഇതിന്റെ കനം താഴെ കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞും വരാം. കമ്പി കെട്ടുന്ന രീതി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മർദ്ദം വരുന്നത് പുറകിൽ നിന്നായതുകൊണ്ട് ഭിത്തി മുൻപോട്ട് വളയാൻ മെയിൻ റീൻഫോഴ്സ്മെന്റ് വെർട്ടിക്കൽ ബാസ് മതിലിന്റെ മണ്ണിനോട് ചേർന്നുള്ള ഭാഗത്തല്ല, മറിച്ച് മണ്ണിന് എതിർവശത്തുള്ള എക്സ്പോസ്ഡ് ഫേസ് ഭാഗത്താണ് പ്രധാന കമ്പികൾ നൽകേണ്ടത്. കാരണം ടെൻഷൻ വരുന്നത് ഈ ഭാഗത്താണ്. ഈ കമ്പികൾ ബേസ് സ്ലാബിന്റെ അടിഭാഗത്തെ കമ്പികളുമായി കൃത്യമായി L ഷേപ്പിൽ ബന്ധിപ്പിച്ചിരിക്കണം. ബേസ് സ്ലാബ് റീൻഫോഴ്സ്മെന്റ് ബേസ് സ്ലാബിന്റെ മുകൾ ഭാഗത്താണ് ടോപ്പ് ഫേസ് കൂടുതൽ ബലമുള്ള കമ്പികൾ വേണ്ടത്. കാരണം ഭിത്തിയിലെ മർദ്ദം സ്ലാബിനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കും. ഡിസ്ട്രിബ്യൂഷൻ ബാസ് വിള്ളലുകൾ ഒഴിവാക്കാനും താപനില വ്യതിയാനങ്ങൾ പ്രതിരോധിക്കാനും ലംബമായ കമ്പികൾക്ക് കുറുകെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ബാറുകൾ നൽകണം. നിർമ്മാണത്തിൽ ശ്രദ്ധിക്കാൻ ക്ലിയർ കവർ ഭൂമിക്കടിയിലായതുകൊണ്ടുതന്നെ കമ്പികൾക്ക് കൃത്യമായ കവർ സാധാരണ 50 മില്ലിമീറ്റർ നൽകണം. വീപ്പ് ഹോൾസ് മതിലിന് പുറകിൽ വെള്ളം കെട്ടിനിന്ന് മർദ്ദം കൂടാതിരിക്കാൻ PVC പൈപ്പുകൾ ഉപയോഗിച്ച് വീപ്പ് ഹോളുകൾ നൽകുക. കോൺക്രീറ്റ് ഗ്രേഡ് കുറഞ്ഞത് M25 അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ നിർദ്ദേശിക്കുന്ന ഗ്രേഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുക.